തിരുവനന്തപുരം നഗരത്തിനുള്ളിലെ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലെ ശ്രീ ഹനുമാൻ സ്വാമി ക്ഷേത്രം പ്രസിദ്ധമാണ്. സൈനികരുടെ ഇഷ്ടമൂർത്തിയായ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിന് ചരിത്ര പെരുമയുമുണ്ട്. തിരുവിതാംകൂർ സൈന്യവുമായി ബന്ധപ്പെട്ട ഈ ക്ഷേത്രം ഇന്ന് മദ്രാസ് റെജിമെന്റിന്റെ ഉടമസ്ഥതയിലാണ്. ഇവിടെ നിത്യനിദാന ചടങ്ങുകളെല്ലാം നോക്കി നടത്തുന്നതും മദ്രാസ് റെജിമെന്റാണ്. ആയിരത്തി 1757 തിരുവിതാംകൂർ സൈന്യത്തിൽ 30,000-ലേറെ നായർ ഭടന്മാർ ഉണ്ടായിരുന്നുവെന്നാണ് തിരുവിതാംകൂർ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ 10,000-ഓളം പേർ സ്ഥിരം സൈനികരും ബാക്കിയുള്ളവർ താൽക്കാലിക ഭടന്മാരുമായിരുന്നു. ആയിരത്തി 809 തിരുവിതാംകൂർ സൈന്യത്തിലുണ്ടായ കലാപത്തെ തുടർന്ന് സൈന്യത്തെ മുഴുവൻ പിരിച്ചുവിടാൻ തീരുമാനിച്ചു. അത്യാവശ്യങ്ങൾക്കായി 1-ാം നായർ ബറ്റാലിയനെയും ഏതാനും അശ്വാരൂഢ സേനകളെയും നിലനിർത്തി. എന്നാൽ റാണി ഗൗരി പാർവതിഭായ് തമ്പുരാട്ടിയുടെ ഭരണകാലത്ത് മറ്റൊരു നായർ ബറ്റാലിയനും പീരങ്കിപ്പടയ്ക്കും രൂപം കൊടുത്തു. ഇപ്പോൾ നിയമസഭാ മന്ദിരം സ്ഥിതി ചെയ്യുന്നതിനടുത്തായിരുന്നു നായർ ബ്രിഗേഡിന്റെ ആസ്ഥാനം. 1836 നായർ ബ്രിഗേഡിന്റെ ഭടന്മാർക്ക് കന്യാകുമാരി ജില്ലയിലെ ആലുവാമൊഴി എന്ന സ്ഥലത്ത് വച്ച് പരിശീലനമുണ്ടായിരുന്നു. അവിടെ ഒരു ആലിന്റെ ചുവട്ടിൽ നിന്ന് ഭടന്മാരിൽ ചിലർ ഒരു ശിവവിഗ്രഹം കണ്ടെടുത്തിരുന്നു. പരിശീലനം കഴിഞ്ഞു വന്ന ഭടന്മാർ ആ വിഗ്രഹം പാളയത്തെ സൈനിക താവളത്തിൽ പ്രതിഷ്ഠിച്ചു. 1935 നായർ ബ്രിഗേഡ് രാജ്യസേനയായി അവരോധിക്കുകയും അവരുടെ ആസ്ഥാനം കൊട്ടാരത്തിന് അല്പമകലെയുള്ള പാങ്ങോട്ടേക്ക് മാറ്റുകയും ഉണ്ടായി. ഭടന്മാർ പാളയത്തെ ആസ്ഥാനത്ത് പൂജിച്ചാരാധിച്ച ഹനുമാൻ വിഗ്രഹവും ശിവപ്രതിഷ്ഠയും പാളയത്തേക്ക് മാറ്റാൻ ശ്രമിച്ചെങ്കിലും ജ്യോതിഷ പ്രവചനവും തദ്ദേശവാസികളുടെ എതിർപ്പും കാരണം ഹനുമാൻ വിഗ്രഹം അവിടെ തന്നെ നിലനിർത്തി. ഒടുവിൽ കോട്ടയ്ക്കടുത്ത് നായർ ബ്രിഗേഡ് ഭടന്മാർ ആരാധിച്ചിരുന്ന ഹനുമാൻ വിഗ്രഹം പാങ്ങോട് പ്രതിഷ്ഠിച്ചു. മറ്റെല്ലാ ദേവതാ സങ്കല്പത്തിലെ പ്രതിഷ്ഠകളും ഇവിടെ ഉണ്ടെങ്കിലും പ്രമുഖ സ്ഥാനം ഹനുമാൻ സ്വാമിക്കായി മാറി. ശ്രീ ഹനുമാന്റെ മുഖ്യപ്രതിഷ്ഠ കൂടാതെ മഹാവിഷ്ണു, മഹാദേവൻ, മഹാഗണപതി, നാഗരാജാവ് തുടങ്ങിയ ഉപദേവതാ പ്രതിഷ്ഠകളും ഇവിടെയുണ്ട്. ദഹനതപ്തസുവർണസമപ്രഭം ഭയഹരം ഹൃദയേ വിഹിതാഞ്ജലിം
ശ്രവണകുണ്ടലശോഭിമുഖാംബുജം നമത വാനരരാജമിഹാദ്ഭുതം. പൂർണ്ണമായും ഇന്ത്യൻ കരസേനയുടെ നിയന്ത്രണത്തിലാണെങ്കിലും മദ്രാസ് റെജിമെന്റിൽ നിന്ന് വിരമിച്ച സൈനികരും ഹിന്ദു സമുദായത്തിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവരും ചേർന്നാണ് ക്ഷേത്രത്തിന്റെ നടത്തിപ്പ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും ഇവിടെ ആരാധന നടത്തുമ്പോഴും ക്ഷേത്രത്തിലെ പൂജകൾ കേരളീയ താന്ത്രിക വിധിപ്രകാരമാണ്. വൃത്തിയും അച്ചടക്കവും പാങ്ങോട് ശ്രീ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു.